ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ, വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ, നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ, ഇനിയും നിന്നുള്ളം നോവല്ലേ. അകലെ കനവിനരികെ ഇരുവഴികളിൽ ചന്ദന വയസ്സ് 10-30 ഗിഫ്റ്റ് എപ്പോഴെല്ലാം ആവശ്യമാണല്ലോ. അപ്പോൾ ഇത് തുറന്നിട്ട്, ഈ ലോട്ട് തുറന്നിട്ട് നിനക്ക് എന്തെല്ലാം കിട്ടുന്നോ അതെല്ലാം ഇന്ന് നിനക്ക് സാധിച്ചു. അല്ലല്ല, 7 മിനിറ്റ്. ഇതിലിപ്പോൾ കുറച്ചധികം ലോട്ട്സ് ഉണ്ടല്ലോ. ഏതെങ്കിലും 5 എണ്ണം, അതിൽ നല്ലതും ഉണ്ടാവും ചീത്തയും ഉണ്ടാവും. ആരും ആവാം, അതൊരു വീഡിയോ കോളിലൂടെയോ എങ്ങനെയും സാധിച്ചുതരാം. ഓക്കെ, പറ, കാണിച്ചു കൊടുക്ക്. ആരെയാണെന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ് ചെയ്തൊരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ ആ ഫ്രണ്ടിൻ്റെ പേര് പറയാം. പറ, ഇന്നും അങ്ങനെ മിസ് ചെയ്യൂ. ആരെയാ? നീ റെഡി ആയിക്കോളൂ വീഡിയോ കോൾ ചെയ്യാൻ. ഏറ്റവും കൂടുതൽ സർപ്രൈസായ ഈ ഒരു വീഡിയോ തന്നെ ആദ്യം ഒന്ന് ഇടാന്ന് വെച്ചിട്ടാണ് മുമ്പിലുള്ള ലോട്ട് എടുത്തതൊക്കെ ഞാനൊന്ന് ബാക്കിലേക്കോട്ട് മാറ്റിയത്. അപ്പോൾ ചന്ദനക്ക് ഏറ്റവും ഫേവറേറ്റായിട്ട് അല്ലെങ്കിൽ കാണാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം നിയേനെയാണ്. പക്ഷെ ഇതൊട്ടും പ്ലാൻഡ് ആയിരുന്നില്ല. നിയ രാവിലെയാണ് എന്നെ വിളിച്ച് പറഞ്ഞ് ഞാനിങ്ങനെ വരുന്നുണ്ട്, ഒരു സർപ്രൈസാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനൊരു സംഭവം ലോട്ടിൽ എഴുതിയത് തന്നെ. അപ്പോൾ അതന്നെ അവൾ എടുക്കുകയും ചെയ്തു. 3ാമത് 4ാമതായിട്ട് അതാണ് എടുത്തത്. അപ്പോൾ നീ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അവളെയും കൂട്ടി ഇപ്പം വീട്ടിലേക്ക് പോകും. അവളൊട്ടും പ്രതീക്ഷിച്ചില്ല ഇന്നിങ്ങനെ ഒരു വ്യക്തി വരും എന്നുള്ളത്, പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാനൊരു വീഡിയോ കോളിലൂടെ കാണിച്ചിടാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നീയോ ഫുള്ള് വ്ളോഗ് സെറ്റായിട്ടാണ് വന്നേ. അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മുകിലേ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ, പടരും എൻ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ, അകമേ ആളുന്ന തീയിൻ അർത്ഥം കാണാതെ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ. നിന്റെ പേരെന്നെ പറഞ്ഞു. ഇവളെല്ലാം നമ്മൾ നേരത്തെ പ്ലാന്റാ. ഉടലും ഉയരും അറിയാ. എന്താ ഒക്കെ പതുക്കെ എടുക്കണേ. ഒന്ന് കാണിച്ചു കൊടുക്കോ? ഫുഡ് ഫ്രം ഫേവറേറ്റ് സ്പോട്ട്. ഓക്കെ, അത് നിനക്ക് ആലോചിക്കാനുള്ള സമയമുണ്ട്. വൈകുന്നേരമാണ് ഇതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഷോപ്പ് യുവർ ഫേവറേറ്റ് തിങ്. അതൊരു മയത്തിലൊക്കെ ഷോപ്പ് ചെയ്യാം. ഓക്കെ, ഓക്കെ. പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ, ഇനിയും നിന്നുള്ളം നോവല്ലേ. അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ, മുകിലേ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ, പടരും എൻ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ, ആർക്കും നിനക്ക് യോഗമില്ല. അർത്ഥം കാണാതെ, ഇനി നീ എങ്ങെങ്ങും മായല്ലേ. പകലും ഇരവും വെറുതെ ഒഴുകി, ഉടലും ഉയിരും
സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ ഇനിയും നിന്നുള്ളം നോവല്ലേ അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ മുകിലേ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ പടരും എൻ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ അകമേ ആളുന്ന തീൻ അർത്ഥം കാണാതെ ഇനി നീ എല്ലാം അടിപൊളി. പകലും ഇരവും വെറുതെ ഒഴുകി ഉടലും ഉയിരും അറിയാതുരുകി ഇനിയുണരുമ്പോഴൻ പകൽ തൊടും ഇതളേ ഇതളേ നീ സ്നേഹത്തിൽ വാടിത്തീരല്ലേ വെറുതെ നിന്നോരത്തെന്നും കൂടാനോർത്തല്ലേ നിറയെ പൂക്കുന്നൻ തീരമോഹത്തുമ്പാലേ ഇനിയും നിന്നുള്ളം നോവല്ലേ അകലെ കനവിനരികെ ഇരുവഴികളിൽ മനസ്സൊഴുകവേ മുകിലേ ഈ പൂവിന്മേലെ മെല്ലെ പെയ്യില്ലേ പടരും എൻ സ്നേഹത്തിയെ പാടെ മായ്ക്കാതെ അകമേ ആളുന്ന തീൻ അർത്ഥം കാണാതെ ഇനി നീ എങ്ങെങ്ങും മായല്ലേ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ റെസ്റ്റോറൻറ്റ് വന്നിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറായി. ഇതുവരെ ഫുഡ് കിട്ടിയിട്ടില്ല ഗൈസ്. ഇരിക്കുമ്പോൾ വിശന്നിട്ട് കുടൽ കയറിയുന്നുണ്ട്. ആ മഴ ഒക്കെ ഇവിടെ കവടിൽ പക്ഷെ എന്നിട്ട് നമ്മൾ പറഞ്ഞ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്തൂരിയാണ് ഗൈസ് പറഞ്ഞത്. അതും 8 പീസൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കിട്ടും. അധികം വിശപ്പ് വരും. വന്നപ്പോ ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്പോൾ മനസ്സിലായി. അപ്പൊ ഇപ്പൊ സമയം 1 മണിക്കൂറായി. നമ്മളിപ്പം വീട്ടിൽ നിന്ന് പരിപ്പ് കറിയും ചോറും കഴിക്കാനിരുന്ന് ഇക്കാണുന്ന ആൾക്കാരെ മുഴുവൻ കൂട്ടി വന്ന് വെറും പ്ലേറ്റും വെച്ചിരിക്കാതെ അമ്മ പറഞ്ഞത് ഞണ്ടുകറി ചോറും കൂട്ടി കഴിക്കാവുന്ന പിന്നെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാനും. അപ്പോ ഫുഡ് വന്നിട്ട് വരികയാണെങ്കിൽ കാണാം. അമ്മ വീഡിയോ കണ്ടവായിട്ട് പറയുന്ന കാര്യം നിർത്തി. അമ്മ എന്താ പറയാൻ പോകുന്ന പറ. നിങ്ങൾക്കിപ്പോൾ ഇവിടെ വന്നിട്ട് എന്താ അനുഭവം? നാണയം വരണം എന്നുള്ള ഒറ്റ ഒരു ആഗ്രഹത്തിലാണ്. ഒരു 7 മണിക്ക് വന്നാൽ ഒരു 12 മണി നമുക്ക് കിട്ടും. 5 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എല്ലാവരും പ്ലേറ്റ് വിശന്ന് ഇപ്പോൾ ഒരു ജഗ് വെള്ളവും ഒരു കുപ്പി വെള്ളവും കഴിഞ്ഞു. വന്ന് തുമ്പാലേ ഇനിയും നിന്നുള്ളം നോവല്ലേ അകലെ കനവിനരികെ ഇരുവഴികളിൽ പൊറോട്ട വേണ്ടാന്ന് പറഞ്ഞൊരു പൊറോട്ട പോലും അവൾ കഴിച്ചില്ല. പറഞ്ഞ വാക്ക് അവൾ പാലിച്ചു. ചന്ദന ബീഫ് കറിയും പൊറോട്ടയും കഴിച്ചതേ ഇല്ല. അവർ കൊണ്ടുവരാൻ 1 മണിക്കൂറായെങ്കിലും നമ്മൾ കഴിച്ചു തീരാൻ വെറും 5 മിനിറ്റ് എടുത്തുള്ളൂ. അതാണ് പ്രത്യേകത. തുടങ്ങി 12 മണിക്ക് സെലിബ്രേഷൻ കഴിയാറായിരിക്കുകയാണ് ചന്ദന. ഈ ഒരു വേളയിൽ, ഈ ഒരു അവസരത്തിൽ നിനക്ക് എന്താണ് സംസാരിക്കാനുള്ളത്? എന്താണ് നിന്റെ മനസ്സ് തുറക്കാൻ? നീ പറയൂ. വാക്കുകളില്ല. പക്ഷെ എന്തെങ്കിലും വാക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. വീട്ടുകാരോടും
വിഷ് ചെയ്ത എല്ലാ മലയാളി പ്രേക്ഷകർക്കും നമസ്കാരം. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും അതുപോലെ തന്നെ സർപ്രൈസുകളൊക്കെ നിറഞ്ഞ ഈ ഒരു കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി അറിയിക്കുക. അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.